ഈ ക്യാൻസർ വന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനൊരു ബോണസ് ആയിട്ട് കരുതുന്നുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി. ഭയങ്കരമായിട്ട് ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ഒരാള് പെട്ടെന്ന് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കുന്നു. ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി. ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഞങ്ങളെ അസുഖം വന്ന സമയത്ത് ആ ഒരു കാര്യം പറയുമ്പോൾ മാത്രമാണ് എനിക്കൊരു വിഷമം വരുള്ളൂ. ഫേക്ക് റിലേഷൻഷിപ്പിന്റെ കാലാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇട്ടിട്ട് പോവാൻ ഏത് വഴി നോക്കുന്നു എന്നുള്ള ഇതാണ്. ഞാൻ എന്തോ വലിയൊരു ത്യാഗം ചെയ്യുന്ന പോലെ ആയിരുന്നു ഇവന്റെ ഈ ട്രീറ്റ്മെന്റ് സമയത്ത്. ഓരോരുത്തർ മെസ്സേജ് അയക്കലും സംസാരിക്കലും, നീ ഈ സമയത്ത് ഓൻ ഇട്ട് പോവാണ്ട് നോക്കുന്നുണ്ടല്ലോ, ഈ സമയത്ത് നീ അവന്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അത് അവന്റെ ലൈഫിലത്തെ ഒരു ഡൗൺഫോൾ എന്നല്ല, ഞങ്ങളുടെ ലൈഫിലത്തെ ഒരു ഡൗൺഫോൾ ആയിരുന്നു അത്. ആ സമയത്ത് ഉയർച്ചയിൽ മാത്രല്ല, ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷമായിട്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ മുന്നോട്ട് പോവുക. എങ്ങനെയാ ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. എത്ര വർഷത്തെ പ്രണയമാണ്? 4 വർഷത്തെ. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഈ പറഞ്ഞ കേട്ടപ്പോ അഫിയ കുറച്ച് ഡൗൺ ആയെങ്കിലും ഋദ്വാന്റെ ആ ഒരു കൂൾ മൈൻഡ് കണ്ടൊക്കെ സെറ്റ് ആയി. ഇനി നമ്മൾ എന്തായാലും ഫേസ് ചെയ്യാൻ അറിഞ്ഞ സമയത്ത് തന്നെ അവൻ പറഞ്ഞിരുന്നത്, ഇതല്ലേ ക്യാൻസർ, അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമുക്കത് മാറ്റി മുന്നോട്ടേക്ക് വരാം. ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ഇവൻ അത് പറയുന്നു, അത്ര ഓക്കെ പറഞ്ഞു. പിന്നെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഞാൻ അത് ആലോചിക്കുന്നത്, എന്താണ് ഇവർക്ക് ഇതിനു വേണ്ടി ചെയ്തു കൊടുത്ത്? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. ഒരു 2-3 ദിവസമൊന്നും എനിക്ക് ഇവനെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ആലോചിക്കുമ്പോ കരച്ചില് വരിക. അങ്ങനെ കരയാന്ന് പറഞ്ഞാൽ അങ്ങനെ കരയാ. അന്നും ഇവന്റെ മുഖത്ത് ഈ കാണുന്ന ഈ ചിരിയും ഒരു ടെൻഷൻ ഇല്ലായ്മ തന്നെ അന്നുണ്ടായിരുന്നു. എന്താണിത് ഇത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. അങ്ങനെയിട്ട് മൂവി അന്നും അങ്ങനെ തന്നെ ഇരുന്ന് എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നത്. പിന്നെ വലിയ പ്രശ്നങ്ങൾ ലൈഫിൽ നമുക്ക് തോന്നുമല്ലോ, നോർമൽ ലൈഫിൽ ഇതൊക്കെ വലിയ പ്രശ്നമാണല്ലേ. അത് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത്, ഇനി ഒരു വിഷയമില്ല, ബാക്കി എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും നമ്മൾ വളരെ ട്രിഗർ ആവാതെ ഭയങ്കര കൂളാക്കി എടുക്കും. നമ്മൾ ബ്രീത്ത് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. കീമോ കയറുമ്പോൾ കീമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നിന്നാലേ മനസ്സിലാവുള്ളൂ എന്താണ് അപ്പോഴത്തെ അവസ്ഥ എന്ന്. കാരണം നമ്മൾ ഒപ്പമുള്ളവരോട് ദേഷ്യം പിടിക്കും. കാരണം നമ്മുടെ മൈൻഡ് ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. ഇന്നിപ്പോ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ അത് ഇവര് ക്ഷമിക്കണ്ടേ. അപ്പൊ അഫി എന്തെങ്കിലും ഒരു ഡാൻസ് ഒക്കെ കളിക്കും, കോമഡി ഡാൻസ് ഒക്കെ കളിക്കും, അങ്ങനെ ഇന്നലെ ചിരിപ്പിക്കും, അങ്ങനെയൊക്കെ വരെ ഇത് പോകും. ഇതിപ്പം ഋതുവാന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് പിന്നെ കാണുന്നത് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന തൊട്ട് കണ്ടോ ബോഡി ബിൽഡിങ്ങുമായിട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്ത ഒരാളാണ്. എല്ലാവരും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മള് അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും, സ്റ്റീറോയിഡ്സ് എടുക്കേണ്ടി വരും, ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്താണ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ആവണമെങ്കിൽ നമ്മൾ ബോഡി റെഡി ആക്കണം. ബോഡി റെഡി ആക്കാനുള്ള ഒരു കാര്യങ്ങൾ ഒന്നാണ് അത്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നെന്നുള്ളത് ഡോക്ടേഴ്സ് ഇതുവരെ ഒരു ഡോക്ടർ പോലും പറഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റ് ഇത് വന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകണം. പിന്നെ അപ്പൊ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് ചെയ്തിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്, നമ്മള് അതൊരു വലിയ കാര്യമായിട്ട് പറയുന്നില്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മള് ട്രീറ്റ്മെന്റിന് ഭയങ്കര നോർമൽ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പക്കയായിട്ട് നടക്കും. നമ്മളെ രോഗിയെ നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ബാധിക്കുമ്പോൾ എല്ലാരും ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യം, അയ്യോ എന്റെ ഭംഗിയെല്ലാം ഇപ്പൊ പോവും. ഇതിപ്പോ എന്താ വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പേഷ്യൻസ് പറയുന്ന കാര്യം തന്നെ. പിന്നെ വിളിച്ച് സംസാരിച്ചത് പറയുന്ന ആളുടെ കാര്യം മുടിയും പുരിയും പോകുന്ന കാര്യമാണ്. നമുക്ക് പുറത്തിറങ്ങാൻ കോൺഫിഡൻസ് ഇല്ല, നമ്മൾ കാണുമ്പോൾ പേഷ്യന്റ് ആയിട്ട് തോന്നുന്നുണ്ട്, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്താ ബാക്കിയുള്ള ശ്രദ്ധിച്ചോട്ടെ, അതിലൊന്നും അല്ലേ ശ്രദ്ധിക്കരുത്. അതൊന്നും അങ്ങനെ വിചാരിക്കുക. മുടിയും താടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരും. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പറഞ്ഞാൽ വേറൊരു അസുഖം പറയുന്നത് പോലെയല്ല. ഇതിപ്പോ ഡയഗ്നോസ് ചെയ്ത് കംപ്ലീറ്റ് ആയി നമ്മുടെ അസുഖം മാറിയെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഒരു നിത്യ രോഗിയാക്കി അവരൊക്കെ മാറ്റും. പിന്നെ അതാണ് സത്യം മാറ്റേണ്ടത്. കാരണം അത് ആ പേഷ്യന്റിന് ഭയങ്കര വിഷമമുണ്ടാകും. എന്താ പറഞ്ഞാൽ ആ പേഷ്യന്റ് ചിലപ്പോ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണ്ടാവും, ഒന്ന് പോസിറ്റീവ് ആവാം എന്ന് വിചാരിക്കണ്ടാവും. അപ്പോഴാവും ഇതേപോലെ ചിലപ്പോ സ്നേഹം കൊണ്ട് വീട്ടിൽ നമ്മൾ കാണാൻ വരും, പക്ഷെ അവർക്കൊരു ഭയങ്കര സോഫ്റ്റ് മൈൻഡ് ആവും. അപ്പൊ അവര് വന്നിട്ട് ചിലപ്പോ കരയും, അപ്പൊ തന്നെ ഒരു കയ്യിൽ നിന്ന് പോകും. പിന്നെ അവിടെ ഒന്നും പോസിറ്റീവാക്കി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. RCC എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനൊരു പേടിയാണ്. എന്തോ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ.
നമ്മൾ RCC കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഇതേപോലെ അവിടെ പോവാം, രജിസ്റ്റർ ചെയ്യലും അവിടുത്തെ കാര്യങ്ങളൊന്നും എളുപ്പമല്ല, നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എല്ലാവരും സംസാരം. അത് ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളോട് പോകണ്ടെന്ന് തീരുമാനത്തേക്ക് എത്തി. പിന്നെ അവസാനം അവിടെ പോയ ഒരു പേഷ്യന്റ് ആളാണ് പറഞ്ഞത് അവിടെ ചെന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ പോയതാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആള് പറഞ്ഞിട്ടാണ് പോണത്. വൺസ് ഡോക്ടറെ അടുത്ത് എത്തി കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ റെഡിയാകും. പ്രതിസന്ധികളാൽ തടസ്സപ്പെടാത്ത മനുഷ്യ ജീവിതങ്ങൾ ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പ്രതിസന്ധി നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഓരോ മനുഷ്യരെയും വ്യത്യസ്തരാക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ ഗസ്റ്റായിട്ട് ഇവിടെയുള്ളത്. റിദ്വാനും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള അഫിയയും. വെൽക്കം ടു മെയിൻ സ്ട്രീം. എന്താണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത് എന്നുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം റിദ്വാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സെലിബ്രിറ്റികൾ വരെ കമന്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിലെ ആ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കുന്നു, ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരുന്നു. പക്ഷെ അതിനെ ഞങ്ങളിലേക്ക് റിദ്വാൻ എത്തിച്ച രീതിയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. എങ്ങനെയായിരുന്നു ആ ഒരു അതായത് വീഡിയോ ചെയ്യുന്നതിന്റെ തുടക്കം എന്തായിരുന്നു? വീഡിയോ ചെയ്യുന്നതിന് തുടക്കം എന്താന്ന് പറഞ്ഞാൽ ഞാനത് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് ചെയ്തൊരു എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന കേസ്. അപ്പൊ ഞാനത് എല്ലാവരോടും ജസ്റ്റ് പറയാന്നുള്ള രീതിയിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ കേറിയിട്ട് എല്ലാരും അറിയുന്നുള്ളത് വിചാരിക്കുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ തന്നെയും ഇൻസ്റ്റ ചെക്ക് ചെയ്യുമ്പോൾ ഏപ്രിൽ 2025 നിങ്ങളുടെ ഒരു കഫേന്റെ ഇനാഗുറേഷന്റെ വീഡിയോയിലാണ് ലാസ്റ്റ് റിദ്വാനെ നമ്മൾ നോർമലി കാണുന്നത്. അതിനുശേഷം ഏകദേശം ഓഗസ്റ്റിലാണ് ഈ ഒരു വീഡിയോ വരുമ്പോഴാണ്, അതായത് 3-4 മാസം കൊണ്ട് ഒരാൾ ചേഞ്ച് ആവക്കം. അതാണ് ഭയങ്കര മാറ്റം. എന്താ പറ്റിയെന്നുള്ളത് എന്തായിരുന്നു തുടക്കം? എന്തായിരുന്നു അത്? സംഭവം 2.5 വർഷമായിട്ട് ഈ മുഴ ഉണ്ടായിരുന്നു, ഒരു കാലിന്റെ ഇവിടെ ആയിട്ടൊരു മുഴ ഉണ്ടായിരുന്നു. പക്ഷെ അത് അധികം വലുപ്പമൊന്നുമല്ല, ചെറിയൊരു മുഴയായിരുന്നു, ഒരു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ വർക്കൗട്ട് കുറച്ച് നിർത്തിണ്ടായിരുന്നു ആ സമയത്ത്, ആ ഒരു കഫേ ഓപ്പൺ ആക്കുന്ന സമയത്ത്. ആ സമയത്ത് വർക്കൗട്ട് നിർത്തിയ സമയത്താണ് ഇത് കുറച്ച് വലുതാവുന്നത്. വർക്കൗട്ട് നിർത്തിയോണ്ടാന്ന് അറിയില്ല, പക്ഷെ ആ സമയത്താണ് ഇത് കുറച്ച് വലുതാവുന്നത്. അപ്പൊ അതും നോക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയതാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കഫേ നോക്കുന്നത് പാർട്ട്ണർ. അപ്പൊ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇത് ബയോപ്സി എടുത്ത്, അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് പ്രശ്നമാണ്, അപ്പൊ ഇത് ഇന്ന ഡോക്ടർ പോയി കാണിക്കണം എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ പിന്നെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി. അങ്ങനെയാണ് ഇത് അറിയുന്നത്. ഇങ്ങനെ മാലിഗ്നന്റ് നിയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ടൈപ്പാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പക്ക ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന ക്യാൻസർ എന്നുള്ളത്. അങ്ങനെ അത് ഇന്ന സാധനം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നടന്നു. ഏകദേശം ഒരു 4 മാസത്തോളം അതിന് തന്നെ കുറച്ച് ടൈം വേണ്ടി എടുത്ത്, 4-4.5 മാസത്തോളം എടുത്ത്. എന്നിട്ടാണത് ഇന്നതാണെന്നുള്ളത്. ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സിനൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഡോക്ടേഴ്സ് നല്ലതാവേണ്ടല്ല, ഡോക്ടേഴ്സിന് ഇതുപോലെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവിടെ കേസ് വന്നതും കുറവായതുകൊണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ എന്താ ട്രീറ്റ്മെന്റ് തരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ അത് ഉമ്മാക്ക് ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുത്തോളം നമുക്ക് അറിയാമായിരുന്നു ഏകദേശം എങ്ങനെയാണെന്ന് പറയാന്നുള്ളത്. അപ്പൊ ഉമ്മാടയിൽ അത്ര കോൺഫിഡന്റ് ആയിട്ടും ഇന്ത്യയിൽ ഇത് റയർ ആണ്, അപ്പൊ ട്രീറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ നോക്കാം, ഡിസ്കസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആയി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞങ്ങള് ഗംഗാധരൻ ഡോക്ടറെ അടുത്ത് പോയി. ആദ്യം ഇത് കഴിഞ്ഞതിന് ശേഷം പോയി ഈ റിപ്പോർട്ടൊക്കെ എത്തി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇതാണ്. അതുപോലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കുറച്ച് ഹ്യൂജ് എമൗണ്ട് വേണമെന്ന് പറഞ്ഞിരുന്നു, 15 ലക്ഷത്തോളം രൂപ. അപ്പൊ RCCയിൽ അത് കുറച്ച് കുറവാണ്, 6.5 ലക്ഷം രൂപയോളം മതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ RCCക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ അവിടെ ചെന്നപ്പോ റിപ്പോർട്ട് കണ്ടതും ഡോക്ടർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഇത് T-സെൽ ലിംഫോമയാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ റിപ്പോർട്ട് അവിടെ തന്നെ വേണം, ഇൻവെസ്റ്റിഗേഷൻ അവിടെ തന്നെ ചെയ്യണം, നിങ്ങൾ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചെയ്യാൻ തീരുമാനിച്ചു. ഈ RCC എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനൊരു പേടിയാണ്, എന്തോ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. അങ്ങോട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, അതുകൊണ്ട് മാക്സിമം എല്ലാരും പുറത്തുനിന്ന് ഡയഗ്നോസിസ് ഉണ്ടോ എന്നുള്ളത് മാക്സിമം തപ്പും, എന്നിട്ട് മാത്രമേ RCCയിലേക്ക് പോകാറുള്ളൂ. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ആണ് കൂടുതൽ പറയാനുള്ളത്, RCCനെ പറ്റി. അതിപ്പോ പേഷ്യൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ RCC എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഇതേപോലെ അവിടെ പോവാം, രജിസ്റ്റർ ചെയ്യലും അവിടുത്തെ കാര്യങ്ങളൊന്നും എളുപ്പമല്ല, നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എല്ലാവരും സംസാരം. അത് ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളോട് പോകണ്ടെന്ന് തീരുമാനത്തേക്ക് എത്തി. പിന്നെ അവസാനം അവിടെ പോയ ഒരു പേഷ്യന്റ് ആളുടെ മോളിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നവാസ്ക എന്ന് പറഞ്ഞിട്ട്. ആളാണ് പറഞ്ഞത് അവിടെ ചെന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ പോയതാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആള് പറഞ്ഞിട്ടാണ് പോണത്. ഇതുപോലെ നമ്മുടെ ജിമ്മിലത്തെ ശിനുവേട്ടൻ
ആണ് ആളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നവാസ്ക പറഞ്ഞിട്ട് പോയിട്ടാണ് ഞങ്ങള് കാര്യങ്ങൾ ഡയറക്റ്റ് അറിയുന്നത്, ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ സിമ്പിൾ ആണ് എന്നുള്ളത്. രാവിലെ പോയി രജിസ്റ്റർ ചെയ്യും. ആ ഒരു ദിവസം 2 ദിവസം കുറച്ചിന്റെ പിന്നാലെ നടക്കണം അതിന് വേണ്ടിയിട്ട്. വൺസ് ഡോക്ടറെ അടുത്ത് എത്തി കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ റെഡി ആകും. നമുക്ക് ട്രീറ്റ്മെന്റ് എത്രയും ഫാസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് മതി എന്നുള്ളവർക്ക് അത്രയും തിരക്കല്ലേ, അപ്പൊ അതിനനുസരിച്ച് ഒരു ഡേറ്റ് കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ അത് എന്താ പറയാ, ഒരുപാട് പേഷ്യൻസ് ഇതേപോലെ പുറത്തെ വാക്കുകൾ കേൾക്കും. പിന്നെ അവിടെ ഇതുപോലെ 4-5 ഡോക്ടറെ അടുത്ത് പോകും ചിലപ്പോ. അപ്പൊ അവർക്ക് ചിലപ്പോ മാറില്ല എന്ന് പറയും. കാരണം അവിടെ കുറവാകുമ്പോ കേസ് വന്നിട്ടുണ്ടാവുക. എനിക്ക് മനസ്സിലായ കേസായിട്ടാ പറയുന്നത്. ചിലപ്പോ അങ്ങനെ ആയിക്കൂടായില്ല, അങ്ങനെ ആവായിക നമുക്കറിയില്ല. പക്ഷെ എന്താ പറയാ, അവിടെ ഇവര് 3-4 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകും. അവിടെ എത്തുമ്പോ ചിലപ്പോ അവര് ഇത് മാറില്ല എന്ന് പറയും. അവിടെ കുറവായോ കേസ് കുറവായോണ്ട് പറയുന്നുണ്ടാവുക. പക്ഷെ ഇതുപോലെ ഒരുപാട് കേസുകൾ കണ്ട ഡോക്ടേഴ്സ് ചിലപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് പറയും, അവിടെ മാറും എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. അപ്പൊ അത് അറിയാതെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴൊക്കെ മനസ്സിലാവുന്നത്. നമുക്ക് അല്ലെങ്കിൽ 4-5 പേഷ്യൻസിനെ സംസാരിക്കുള്ളൂ, നമ്മൾ അവിടെ ഉള്ളവരല്ലേ കാണുന്നുള്ളൂ. പക്ഷെ ഇതേപോലെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ഇന്നും 2.5 മാസമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാത്തവരുണ്ട് ഇതുവരെ. ആയുർവേദം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിയുണ്ട് ഷിമോഗയില്, അവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടാ. അവിടുന്ന് കിട്ടുന്ന ഒരു പൊടി കഴിച്ചു കഴിഞ്ഞാല് വേറെ ഒന്നിനും പോകണ്ട, മാറുന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അവര്. അപ്പൊ നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ഇത് മാറിയാൽ മതി എന്നല്ലോട് വിചാരിക്കുക. അപ്പൊ പിന്നെ അതിന് പിന്നാലെ പോകും. ഞങ്ങൾ ഇതൊക്കെ പിന്നാലെ പോയി നോക്കിയിട്ടുള്ളതാണ് ഉമ്മയുടെ കേസിൽ. അപ്പൊ എന്റെ കേസ് വന്നപ്പോ അപ്പൊ ഞങ്ങൾ എക്സ്പീരിയൻസ് ആയി ഈ വെറുതെ വേറെ കാര്യത്തിലൊന്നും പോകണ്ടെന്നുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു? 3 വർഷം കഴിഞ്ഞ്. 3 വർഷം. എങ്ങനെയാ, ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. എത്ര വർഷത്തെ പ്രണയമാണ്? 4 വർഷത്തെ. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഓ, അപ്പൊ കോളേജിൽ ഓക്കെ. അങ്ങനെ വീട്ടില് പറഞ്ഞ് വീട്ടില് വലിയ അവരെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. പറഞ്ഞു, പിന്നെ സെയിം ഫീൽഡ് ആണല്ലോ. പറഞ്ഞു അവർ രണ്ടുപേർക്കും ഓക്കെയാണ്. സെയിം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അവിടുന്ന് ബോഡി ബിൽഡിങ് ഭയങ്കര ക്രേസ് ആവുന്നത് എപ്പോഴാണ്? ബോഡി ബിൽഡിങ് 9th മുതലേ പോകുന്നുണ്ട്. ജസ്റ്റ് തുടക്കം അങ്ങനെയാണല്ലോ, ജിമ്മിൽ ജസ്റ്റ് പോയി നോക്കും. അങ്ങനെ കുറച്ചിങ്ങനെ ഇതായി പോയിട്ട് പിന്നെ ഒരു കോമ്പറ്റീഷൻ ഇതിലൊക്കെ ഇറങ്ങുക, അങ്ങനത്തെ മൈൻഡാക്കിയത് മാറ്റിയെടുത്തത് ഷിനുവേട്ടനാണ്. ഷിനുവേട്ടനെ കണ്ട ജിമ്മിലുള്ള ആളാണോ ഇത്? അച്ഛൻ മാത്രല്ല, അപ്പൊ ഹോളിലോളാണ്. അപ്പൊ ഷിനുവേട്ടനാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബോഡി ബിൽഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറും ചെയ്യിപ്പിക്കാറൊക്കെ ഷിനുവേട്ടനായിരുന്നു. നാട്ടിൽ തന്നെ, നമ്മുടെ തൊട്ട് അടുത്ത് തന്നെയാണ്. ജിമ്മ് തൊട്ട് അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ പോലും ഇല്ല, തൊട്ടടുത്ത്. അപ്പം അഫിയ ഫസ്റ്റ് കാണുമ്പോഴേ ആള് ബോഡി ബിൽഡിംഗ് ആയിട്ടൊക്കെ നടക്കാണ്. ഇങ്ങനെ ജിമ്മും ബോഡി കണ്ടാലോ അങ്ങനെയൊന്നുമില്ല. ജിമ്മും ബോഡി കണ്ടിട്ടൊന്നുമല്ല. കോളേജിൽ ഭയങ്കര എന്തോ ഒരു സംഭവം ആയിരുന്നു. അതെ, എങ്ങനെ ഭയങ്കര ഫസ്റ്റ് റാഗിയാണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് റാഗിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി എന്താ ഇവരെ ഈ ഫസ്റ്റ് സീരിയസ് ആണല്ലോ, അവരായിട്ടൊന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ റാഗിങ് നമ്മൾ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ ഒന്ന് കമ്പനി ആയി. പിന്നെ ലാസ്റ്റ് ഇതാ ഇവിടെ എത്തി. അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു ആ സമയത്ത്. ഞങ്ങളങ്ങനെ ഇഷ്ടമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞതായിട്ട് ഓർമ്മയില്ല ഇതുവരെ. എന്നാ പറഞ്ഞത് വെച്ചാൽ ആയിരുന്നില്ല. എനിക്കറിയാം അവനക്ക് ഇഷ്ടാന്നുള്ളത്, അവനക്കറിയാം എനിക്കും ഇഷ്ടാന്നുള്ളത്. മറ്റേ ഈ പറഞ്ഞ ഐ ലവ് യു എന്നൊന്നും അങ്ങോട്ട് കപ്പിൾസിനെ പോലെ ആക്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. കോളേജിൽ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഞങ്ങളെ കല്യാണത്തിന്റെ ഒഫീഷ്യലായിട്ട് നമ്മൾ പറയുന്നവരെ ആർക്കും, അവന്റെ അത്ര അടുത്ത ഫ്രണ്ട്സിന് പോലും അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട് ആയിരുന്നു, പക്ക ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരുന്ന് ഞങ്ങളിങ്ങനെ റിലേഷൻഷിപ്പിലാണ്. എന്നാലും ഫ്രണ്ട്സിന് പോലും അറിയില്ല എന്ന് പറയുമ്പോ ഞങ്ങൾ അങ്ങനെ കറങ്ങാറൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വീട്ടിൽ വന്ന ചാറ്റ് കോൾ അത്രേ ഉള്ളൂ, അല്ലാണ്ട് കറങ്ങി നടക്കലൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിലാണെങ്കിലും ഒരു കപ്പിൾസ് അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല. സീനിയർ പോകുന്നു, ഞാൻ ജൂനിയർ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അതായത് ഈ പറയുന്ന ഒരു 3 വർഷം മുമ്പുള്ള പ്രണയല്ലേ, 3 വർഷം. ഇപ്പോഴത്തെ പല പ്രണയങ്ങളും ഭയങ്കര പൈങ്കിളിയാണ്. പ്രണയം പൈങ്കിളിയാണ്. നിങ്ങൾ പൈങ്കിളി കാരണം ഞാൻ എല്ലാവരും കമ്പനി ആയിരുന്നു കോളേജില്. ഒട്ടുമിക്ക ഞാന് മുന്നേ ജൂനിയർ ആയിരുന്ന സമയത്തും സീനിയറിനേറ്റും എല്ലാ ബാച്ചും കമ്പനിയാണ്. അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആർക്കും മനസ്സിലായില്ല തോന്നുന്നു. അതെ, അങ്ങനത്തെ ഒരാള് എന്നെ സ്നേഹിക്കുന്നുള്ളത് ആരും വിശ്വസിക്കൂലല്ലോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരാളോട് മാത്രം പ്രണയം തോന്നുന്നുള്ള കാര്യം. ഈ സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞപ്പോ ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ? ഫ്രണ്ട്സ് അവർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഒരു പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഇല്ല. ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ?
അതില് ഇപ്പൊ എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു, അവനക്ക് ജസ്റ്റ് ഒന്ന് അറിയായിരുന്നു, അത്രേ ഉള്ളൂ, എന്തോ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ നോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു നോട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോ ചെറിയൊരു സംശയം ആർക്കായാലും സ്വാഭാവികമായിട്ടും. എന്നാലും 4 വർഷം നിങ്ങൾ ഇത് എങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. അതെ, പിന്നെ ഞാൻ തേർഡ് ഇയർ ആവുമ്പോഴാണ് ഇവിടെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് എന്താ പറയാ, കുറച്ച് ഞാൻ ഇന്റേൺഷിപ്പിനെ പോണ ഷിമോഗയ്ക്ക്, പിന്നെ എന്നെ നീ കണ്ടിട്ടില്ല. ആ ഒരു വർഷമാണ് ഞങ്ങൾക്കൊരു ഇത് കിട്ടുന്നുള്ളൂ, കോളേജിൽ കിട്ടുന്നുള്ളൂ. കൊറോണ ബാച്ചായിരുന്നു ഞാൻ, ഓൺലൈനായി. ഓൺലൈൻ ആയിരുന്നല്ലോ. പിന്നെ ആകെ ഒരു 1 ഇയർ എങ്ങാനും ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നു, 1 ഇയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കുറച്ച് ഹെൽപ്പ് ചെയ്തോന്നല്ലേ, ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കും. അതെ അതെ, അതാണ് കൊറോണ നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കല്യാണക്കാര്യം വീട്ടിൽ പറയുമ്പോ ഈ പറയുന്ന പോലെ ഫ്രണ്ടാന്നല്ലേ അറിയൂ? ഇല്ല, വീട്ടുകാർക്കും ഫ്രണ്ടാന്നുള്ളതൊന്നും അറിയില്ല. ഫ്രണ്ടാന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ പറയുന്നു. എനിക്ക് ഒരു പ്രപ്പോസൽ വരുന്നു. ആ പ്രപ്പോസൽ വീട്ടില് ഓക്കെ അവിടെ ഇരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു വീട്ടില്, എന്റെ അളിയനോട് എനിക്കൊരാളെ ഇഷ്ടമാണ്. അളിയെന്ന് പറയുമ്പോ എന്റെ താത്താന്റെ ഹസ്ബൻഡ്. അതെ, ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ. അപ്പൊ ആദ്യം ആളോടാണ് പറയണത്. അപ്പൊ ആള് വിളിച്ചിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു, എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടന്നു. ആള് വിളിച്ചിട്ട് ഉപ്പാനോടും മനോടും പറഞ്ഞ് എല്ലാം ചെടപടി. അതെ, വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഈ ലവ് മാരേജ് ആണെന്നുള്ളത് പറഞ്ഞു. ഇത് പറഞ്ഞ് വീട്ടുകാര് ഇത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, കല്യാണത്തിലേക്ക് പോകുന്നു. ഒരു ചേഞ്ച് എന്തെങ്കിലും വന്നതായിട്ട് ഫീൽ ചെയ്തോ? പെട്ടെന്ന് പറയുമ്പോ എനിക്ക് അത് ഞാൻ തേർഡ് ഇയർ ലാസ്റ്റിലാണ് വീട്ടിൽ പറയുന്നത്. അത് കഴിഞ്ഞ് എനിക്കൊരു 1 ഇയർ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവന് ഗൾഫിലായിരുന്നു. അപ്പൊ എനിക്കൊരു 1 ഇയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ മാരേജും കാര്യങ്ങളൊക്കെ. പഠിത്തെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു മാരേജിനെ കുറിച്ച്. അതായത് ഉറപ്പിച്ചതിന് ശേഷം ഒരു 1 ഇയറോളം. അതെ, ഉറപ്പിക്കാൻ ഞാൻ ജസ്റ്റ് എന്റെ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവൻ അവന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഉപ്പാക്ക് അവിടെ ബിസിനസ് ഉണ്ട് റാസേമേല്. അപ്പൊ ഞാൻ അവിടെ പോയി. അന്ന് ഉപ്പ ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ നാട്ടിൽ പെട്ടിട്ട് ഫ്ലൈറ്റ് ഓഫ് ആയപ്പോ കൊറോണ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി പതുക്കെ നിൽക്കായിരുന്നു. അപ്പൊ പിന്നെ ഉപ്പയും ഞാൻ അവിടെ ഇതേപോലെ എന്റെ ഒരു അലിയുണ്ട്, അലി അവിടെ വന്ന് എന്നോട് സംസാരിച്ചിട്ട് ആണ് ഇത് അലിനോട് പറയുന്നത്. അപ്പൊ അലിയെ ജസ്റ്റ് പോയി പറഞ്ഞ് അപ്പൊ തന്നെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ തന്നെ ഇങ്ങനെ നോക്കി. അത് പിന്നെ കൊറേ എന്റെ അമ്മായി ഉണ്ട്, മറിയമ്മായി. അപ്പൊ അമ്മായി ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്. അപ്പൊ അത് ഇപ്പൊ നന്നായി കേൾക്കും. വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നോ? ഇല്ലല്ല, അന്ന് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് വീട്ടില് വലിയ വില ഒന്നും ഇല്ലായത്, ഒരു പക്വതൊന്നും ഇല്ലാണ്ട് ഒരു കാര്യം നോക്കാൻ നടക്കുന്ന ഒരു ടൈപ്പ് ഇത്. അതായത് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാത്തോണ്ട് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ഏൽപ്പിക്കാൻ ഒരു മടി. അങ്ങനെ ഇരിക്കലേ. എന്നിട്ട് തെളിയിച്ചു കൊടുത്തോ ഞാൻ അങ്ങനൊന്നും അല്ല? അത് എനിക്ക് തോന്നുന്നു മറ്റേ ഈ കോവിഡ് ടൈമിൽ അവിടെ നിന്നപ്പോ തന്നെ ഏകദേശം അപ്പോ തെളിഞ്ഞു വരുന്നു. ഇപ്പൊ ഏകദേശം വാങ്ങിയ പോലെയാണ് അവസ്ഥ. ക്യാൻസർ വരണ്ടോന്ന് വീണ്ടും ഞാന് ആലോചിക്കാണ്, തീരെ ഉത്തരവാദിത്വം ഒരു കാര്യത്തിൽ നാട്ടിലേക്കും വീട്ടിലേക്കും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഈ ഇതുപോലെ പേഷ്യൻസിനോട് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എനിക്ക് തോന്നി. ഇപ്പൊ ലാസ്റ്റ് ഒരു 5 days ഇട്ടാ അപ്പൊ തന്നെ അതായിരിക്കും ഒരു ഉപകാരം ഉണ്ടാവാൻ ക്യാൻസർ വരുന്നത്. അതെ, അവസ്ഥ അതുപോലും ഭയങ്കര പോസിറ്റീവ് ആയിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞു ചിരിക്കലുണ്ട്. ഒരു ക്യാൻസർ വരേണ്ടി വന്നു, എന്റെ 4 ആൾക്കാർക്കൊന്നും ഉപകാരം വേണം. നിങ്ങളുടെ വീട് തമ്മിൽ എങ്ങനെയാ? നല്ല ദൂരം ഉണ്ടോ? അതോ വളരെ ദൂരം, ഒരു 50 കിലോമീറ്റർ. അതെ, എന്റെ ചങ്ങരംകുളം ചേലക്കര എന്ന് പറയുമ്പോ തൃശ്ശൂര് പാലക്കാട് ബോർഡർ. ഞാൻ മലപ്പുറം തൃശ്ശൂർ ബോർഡർ. അതെ, ഈ ദൂരം പ്രശ്നം ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും കല്യാണം അങ്ങനെയല്ല പറയാ, കെട്ടിക്കഴിഞ്ഞാ വീട്ടിക്കൊന്നും വരില്ലേക്ക്, കെട്ടിക്കഴിഞ്ഞാ മതി, അത്രയല്ലേ നമ്മള് പറയുള്ളൂ. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണല്ലോ ദൂരം നമുക്കൊരു പ്രശ്നമായി മാറി. ഇപ്പൊ കുറച്ച് പ്രശ്നമാണ്. നമുക്ക് നിക്കാൻ പോകാൻ തോന്നുകയാണെങ്കിലും ഒക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന കാര്യമായിരിക്കുമ്പോ ദൈവമേ. ഇവളുള്ള സമയത്ത് കുഴപ്പമില്ല. അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് വരുന്നവരെ ഉണ്ടാക്കും വരും. എല്ലാ സമയത്ത് ഇപ്പൊ ഓനായിട്ട് പോകാനും പറ്റില്ലല്ലോ. ബസ് കയറി പോവാന്നുള്ളത് ഭയങ്കര 3 ബസ് കയറാൻ കിടക്കണമെങ്കിൽ. അപ്പൊ പോക്ക് കുറവാണ്. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തന്നെ വീട്ടിലുള്ള പോക്കും കുറവാണ്. ഋതുവാന്റെ ഫാമിലിയിൽ എങ്ങനെയാണ് ചെന്ന് കയറിയതിനു ശേഷം? അതായത് എങ്ങനെയുണ്ട് ഋതുവാന്റെ ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളും? വളരെ നല്ല സപ്പോർട്ടാണ്. മോശം പറയാൻ മാത്രമൊന്നും ഇല്ല, നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. താത്തയുള്ളത്, താത്തയും ഞങ്ങളും ഭയങ്കര കമ്പനിയല്ലേ, വേണമെങ്കിലും വേണമെങ്കിലും. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്യാൻസർ എന്ന് പറയുന്ന കാര്യം വരുന്നത്? ക്യാൻസർ എന്ന് പറയുമ്പോ എനിക്കിപ്പോ അറിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 മാസമായി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ പറഞ്ഞല്ലോ, ഒരു 4 മാസം മുന്നേ
ഇതെന്താ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കുറെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ടേ ഉമ്മാക്ക് ഫസ്റ്റ് ഒരു സ്ട്രോക്ക് വന്ന് അങ്ങനെ കുറച്ച് ഹോസ്പിറ്റലായിരുന്നു. അത് സ്ട്രോക്കിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് പിന്നെ ക്ഷീണമൊക്കെ മാറി വരുമ്പോഴാണ് ഉമ്മാക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് കൊണ്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ കല്യാണം കഴിച്ച ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ബാംഗ്ലൂർ പോയതാണ് വീണ്ടും നമുക്ക് നാട്ടിക്കാൻ വരുന്നത്. നിങ്ങള് കഫേ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. ഓക്കെ, അതെന്താണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കാൻ കാര്യം? ഇല്ല, ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങള് ഇപ്പൊ ബാംഗ്ലൂർക്ക് ഇതുപോലെ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഒപ്റ്റോമെട്രിയെല്ലാം പഠിച്ചു. അപ്പൊ അത് ഇനി ഇത് മുന്നോട്ട് അതായിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ശങ്കരായി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ കുറച്ചാണ് നിന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. ബിസിനസ് എന്നുള്ള സമയത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ജസ്റ്റ് കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 3 മാസമായിട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോഴത്തേനും ഇതുപോലെ ഈ സാധനം വന്ന് നാട്ടിലായി. ട്രീറ്റ്മെന്റിന്റെ പിന്നാലെ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, ബാംഗ്ലൂർക്ക് പോയിട്ടില്ല. ജസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാൻ വേണ്ടി ഒന്ന് പോയി. ആ സർജറിയുടെ മുന്നേ സർജറി ഉണ്ടായിരുന്നു. എനിക്ക് ഇത് റിമൂവ് ചെയ്ത് നോക്കേണ്ടി വന്നു. അവസാനം ഇത് കൺഫേം ചെയ്യാൻ പറ്റാതെ അത് ആ മുഴ റിമൂവ് ചെയ്ത് നോക്കേണ്ടി വന്നു. ശരിക്കും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത്ര. അത് ഈ ട്രീറ്റ്മെന്റിലൂടെ അത് ചെറുതായി പോകുന്നതാണ് പറയാ. പക്ഷെ അത് മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി ബയോപ്സി ചെയ്ത് പിന്നെ HCL എന്തൊരു IHC ടെസ്റ്റ് കൂടി ചെയ്ത് അതും മാക്സിമം എന്താണ് ചെയ്യാൻ പറ്റുക അത്രയും സ്ലിറ്റ് വെച്ച് ചെയ്തിട്ടും മനസ്സിലായില്ല. സ്ലൈഡ് ടെസ്റ്റ് ആണ് അത്. അപ്പൊ അത് ഒരു സ്ലൈഡിന് തന്നെ ഏകദേശം ഒരു 1500 അടുത്ത് വരും. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഒരു 17-18ഓളം ചെയ്യേണ്ടി വന്നു ഫസ്റ്റ്. എന്നിട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതാന്നല്ല. എന്നിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അത്രയും നോക്കിയിട്ടും പറ്റാതെ. അതായത് കാരണം ഇത് അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ടായിരുന്നു മുഴ. ഇത്ര 2 വർഷമായിരുന്നിട്ടും എങ്കിലും സ്പ്രെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് പ്രൈമറി ആയിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ, സെക്കൻഡറി ആയിട്ടാണോ ഇത് വന്നേന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 4-5 ബയോപ്സി. ഇതിപ്പം ഈ മുഴ എന്ന് പറയുന്നത് കുറെ നാൾ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പറഞ്ഞ പോലെ കുറച്ച് അധികം ഉമ്മാടെ ട്രീറ്റ്മെന്റ് നടക്കുമ്പോണ്ട്. അപ്പൊ ഉമ്മാടെ ട്രീറ്റ്മെന്റ് നടക്കുന്നോണ്ട് തന്നെ ഞാനത് പിന്നെ നമുക്കത് ചെറിയൊരു മുഴയായിരുന്നു, അത്ര വലിയ മുഴ ഒന്നല്ലായിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് പിന്നാലെ പോവുകയും ചെയ്ത് പിന്നെ അതിന്റെ ശേഷം ബാംഗ്ലൂർക്ക് പോയി. അപ്പോഴൊക്കെ അത് അത്രയും ചെറുതന്നെ ഉള്ളൂ. അപ്പൊ പറഞ്ഞ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഞാനത് വലിയ പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ട് കാണിക്കും. പെയിൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ച്. അപ്പോ ഡോക്ടേഴ്സ് ഇത് ഇത്രയും കാലമായിട്ട് നമ്മുടെ മേത്ത് ഉണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പ് ആണ്. എന്താ സ്പ്രെഡ് ആവായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. ഇതുപോലെ പെറ്റ് സ്കാൻ എടുത്തപ്പോ സ്പ്രെഡ് ഒന്നും കണ്ടില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല. അപ്പൊ അതായിരുന്നു പ്രശ്നം. അവർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത്. ഇത് മനസ്സിലാവണ്ടേ ഇത് ഇന്ന ടൈപ്പ് തന്നെയാണ് എന്നുള്ളത്. RCC ചെന്നപ്പോഴും ഈ ഗംഗാധരൻ ഡോക്ടർ ചെന്നപ്പോഴാണ് ഇതന്നെയാണ് ഇതാണുള്ള ട്രീറ്റ്മെന്റ്. അതുപോലെ ഇത് സ്പ്രെഡ് ബോൺ മേരോക്ക് സ്പ്രെഡ് ഉണ്ടാവില്ല, അതുകൊണ്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഒരു തുടക്കം റിപ്പോർട്ട് കണ്ടപ്പോ തന്നെ പറഞ്ഞു. അപ്പോ അത് ആ ട്രീറ്റ്മെന്റിന് അതുപോലെ ബോൺ മേരോ എടുത്തിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റും ചെയ്ത് അതിൽ പോസിറ്റീവ് ഒന്നല്ലായിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. അതെ. അപ്പം ബാംഗ്ലൂർ ചെന്നതിന് ശേഷമാണ് ഈ ഒരു മാറ്റം വരുന്നത്. എനിക്കൊന്ന് അവിടെ ചെന്നതിന് ശേഷം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നിന്നു. അത് ഈ ലാസ്റ്റ് കുറച്ച് സമയമായപ്പോ അപ്പോഴാണ് ഒരു 2 മാസത്തിലാണ് അത്രയും വലുതാവുന്നത്. 2-3 മാസത്തിലാണ് അത് അത്രയും വലുതാവുന്നത്. അതുവരെ അത്രയും വലിപ്പുണ്ടായിരുന്നില്ല അത്. അപ്പൊ ഏകദേശം കണ്ടിട്ട് ഏകദേശം 1 ഇയറോളം സർജറിയുടെ ബ്രസ്റ്റ് സർജറിയുടെ സമയത്താണ് ഒരു ചെറിയൊരു മുഴ ശ്രദ്ധയിൽ പെടുന്നത്. അന്ന് കാണിച്ചെങ്കിലും പിന്നെ കൂടുതലായിട്ട് നമ്മള് പോയിണ്ടായിരുന്നില്ല. അന്ന് കാണിച്ചപ്പോ എന്താ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഡോക്ടർ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നമ്മള് ചെയ്യാനൊന്നും ഇതുപോലെ ബയോപ്സി ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഡോക്ടറെ കുറെ നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ പിന്നെ മടുത്തപ്പോ ഞാൻ വേണ്ടി പോകുന്നു ചെയ്തില്ല. ബുദ്ധിമുട്ടുള്ള മുഴയല്ലല്ലോ, ചെറിയൊരു ശല്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഇതില്ലേ പറഞ്ഞു തന്നെ. ഏകദേശം ആ ഒരു കണ്ട സമയത്ത് ഞാൻ ഇവര് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് അബുദാബി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ എത്തിയും വിളിച്ച് പറയും പോയിട്ട് നോക്കിയത് ഇവളും തല്ലി വിടും. അപ്പൊ അന്ന് ഇതുപോലെ ഡോക്ടർ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോ പിന്നെ ഇതുപോലെ ഇരിക്കേണ്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ വെച്ച് എന്തോ ഒരു ഭാഗ്യം ഡോക്ടർ വലുതാവാൻ തുടങ്ങിയതുകൊണ്ടാണ് അത്രയും കാര്യമായിട്ട് ശ്രദ്ധിച്ചത്. വലുതായി. അപ്പൊ ഞങ്ങള് ബാംഗ്ലൂർ ഉണ്ടെങ്കിലും ഒരുമിച്ച് നാട്ടിലേക്ക് വരില്ല. ആദ്യം വരും, അത് കഴിഞ്ഞ് ഞാൻ വരും. അങ്ങനെയായിരുന്നു. ലാസ്റ്റ് കഫേ ഉള്ളതുകൊണ്ടും പിന്നെ അങ്ങനെ വരലില്ല, അത്ര കുറവാണ് വരവ്. പിന്നെ ലാസ്റ്റ് ഞങ്ങള് നാട്ടിലേക്ക് ഒരുമിച്ച് വന്നപ്പോഴാണ് പിടിച്ചു വലിച്ചു കൊണ്ടേ കാണിച്ചതാണ് വരാൻ പറഞ്ഞിട്ട്. അപ്പോഴും സ്വയമേ കാണിക്കാൻ അപ്പോഴും കാണിക്കാൻ ഉദ്ദേശമില്ല, വലിച്ചു കൊണ്ടേതാണ്. എനിക്കെന്തൊരു പ്രശ്നം തോന്നിയില്ല, പ്രശ്നം ഫീൽ ചെയ്യണില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഓൾറെഡി ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ ഒരു സമയത്തും. പക്ഷെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഡോക്ടറിന്റെ ഒരു ഫേസും
നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, എന്താ ഇത്രയും കാലമായിട്ട് കാണിക്കാണ്ടിരുന്ന് പറഞ്ഞപ്പോ തന്നെ ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ബയോപ്സി റിസൾട്ട് ഏകദേശം ഒന്ന് അത് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളില്ല. അറിഞ്ഞപ്പോ അത്രയും ഒരു ഫേസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസം എനിക്ക് ഇവനെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ആലോചിക്കുമ്പോ കരച്ചില് വരിക. അങ്ങനെ കരയാന്ന് പറഞ്ഞാൽ അങ്ങനെ കരയാ. അന്നും ഇവന്റെ മുഖത്ത് ഈ കാണുന്ന ഈ ചിരിയും ഒരു ടെൻഷൻ ഇല്ലായ്മ തന്നെ ഒരു അന്നുണ്ടായിരുന്നു. എന്താണിത് ഇത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം അങ്ങനെയിട്ട് മൂവി. അന്നും അങ്ങനെ തന്നെ ഇരുന്ന് എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നത്. അതെ, അത് ഉമ്മാക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ട്രീറ്റ്മെന്റ് ഇത് വന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകണോ, പിന്നെ അപ്പൊ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് നമ്മള്, അതൊരു വലിയ കാര്യമായിട്ട് പറയുന്നല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മള് ട്രീറ്റ്മെന്റിന് ഭയങ്കര നോർമൽ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പക്കയായിട്ട് നടക്കും, നമ്മൾ ഓക്കെ ആവും. പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട്. ഡോക്ടറും പറയും എന്നെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, ശ്രദ്ധിക്കണം എന്ന് പറയും. അതാണ് നമ്മള് എല്ലാം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം, മണ്ടത്തരം കാട്ടാതെ ഇഷ്ടമുള്ള ചെയ്യാം. അതുപോലെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ തന്നെ ആ ഒരു സമയത്ത് പുറത്ത് പോകണോ, നമ്മളെ രോഗിയെ നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് നമ്മൾ മാക്സിമം ആക്കാൻ നോക്കും ചെയ്യും, ബാക്കിയുള്ളത് കുറക്കാനും നോക്കും. അതാ പ്രശ്നം. ആ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു, എന്തെങ്കിലും ക്ലാസ്സിന്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ട്രേഡിംഗ് ഒക്കെ എന്തെങ്കിലും നോക്കാം, എനിക്ക് താല്പര്യമുള്ള കേസാണ്. അങ്ങനെ ഞാൻ ബെക്സ്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോട്ടക്കലൊരു ഇവിടെ ഉണ്ട്, അവിടെ പോയി. അവിടെ പോയപ്പോ തന്നെ 2 ആൾക്കാരെ കിട്ടി. എനർജി ബൂസ്റ്റ് ചെയ്യാൻ 2 ആൾക്കാരെ കിട്ടി. അനീഷ് സാറ് പിന്നെ ഋഷിത് ബ്രോ എന്ന് പറഞ്ഞിട്ട് 2 ആളെ കിട്ടി. അവിടുത്തെ മെന്റേഴ്സ് ആണ്. അപ്പൊ അവരെന്നെ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്ത് തരും. അപ്പൊ തന്നെ അങ്ങനെ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ അവിടെ പോയിട്ട് വരും, ബൈക്കിൽ ഞാൻ ഒറ്റക്ക് പോയിട്ട് വരും. അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് കീമോ തൊട്ട്. കീമോ കഴിഞ്ഞൊരു 4-5 ദിവസം ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എണീക്കാൻ. കഴിഞ്ഞാൽ പിന്നെ വെയ്ക്കില്ലെങ്കിലും എനിക്ക് രാവിലെ ആകുമ്പോഴത്തേനും ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോക്കാം. അത് വെയിനൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. പക്ഷെ നമ്മളവിടെ കിടന്ന് വീട്ടിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെയിൻ നല്ലപോലെ അറിയും. നമ്മള് അതിങ്ങനെ അറിയും. നമ്മളെന്തെങ്കിലും കാര്യങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പെയിന് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ആവും. അപ്പൊ അതാണ് വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ പോകും. അപ്പൊ ആദ്യമൊക്കെ പോയിരുന്നപ്പോ ഇങ്ങനെ ഹാഫ് സ്ലീവ് ഇട്ടാ പോയിരുന്നത്. അപ്പൊ ഇത്ര കാറ്റ് ഉറക്കലടിക്കുമ്പോൾ നല്ല പെയിൻ ഇരുന്ന്. പിന്നെ അതൊക്കെ മാറ്റി ഫുൾ സെറ്റ് ആയിട്ട് പോകും, തിരിച്ചു വരും. അങ്ങനെ ആയിട്ട് ഈ വീട്ടുകാരുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? വീട്ടുകാരുടെ അത് ഞാൻ പറയാം. വീട്ടുകാരുടെ കേസ് അവര് സ്നേഹം കൊണ്ട് ചിലപ്പോ പറയും ഇതുപോലെ പുറത്തുനിന്ന് പോകണ്ട, അതുപോലെ ആരോടും പറയണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നല്ലേ പറയണ്ട എന്നൊക്കെ പറയും. പക്ഷെ ആ അന്തരീക്ഷമൊക്കെ മാറ്റിയെടുത്തിട്ട് മൊത്തത്തില് എല്ലാവരുടെയും മാറ്റിയെടുത്ത്. കാരണം അത് എന്താ പറയാ, അവർക്ക് നമ്മൾക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു മൈൻഡിലാണ് സംസാരിക്കുന്നത്. ശരിക്കും അതല്ല, നമ്മള് ട്രീറ്റ്മെന്റിൽ നിന്നൊക്കെ നല്ലപോലെ പക്കയായിട്ട് വരണോ. ഇനിയിപ്പോ കുറച്ച് കാലങ്ങൾ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉള്ള സമയം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സന്തോഷത്തോടെ നിൽക്കല്ലേ നല്ലേ. അപ്പോ എന്താ പറയാ, ട്രീറ്റ്മെന്റ് പക്കയാവും. ഇപ്പൊ എനിക്ക് ഒരു ദിവസം പോലും ലേറ്റ് ആയിട്ടുണ്ടല്ല ട്രീറ്റ്മെന്റ്. എന്നിട്ട് കീമോ പോലും ഒരു ദിവസം ലേറ്റ് ആയിട്ട് പോയിട്ടില്ല. 21 ദിവസം കൂടുമ്പോ തന്നെ ചെയ്തല്ലോ. കാരണം അതിൽ കീമോ 6 എണ്ണം പറഞ്ഞു ചെയ്ത്. ഇനിയിപ്പോ ഒരു പെറ്റ് സ്കാൻ പറഞ്ഞിട്ട് 20-ാം തീയതി അതും ചെയ്യാൻ പോണം. ഇതുവരെയൊക്കെ ഓക്കെയാണ്. എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് ആകുമ്പോ അവർക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ ഓൾറെഡി ഉമ്മാക്ക് അറിഞ്ഞോണ്ട് തന്നെ ആ മുഴ ഉള്ളത് ഓൾറെഡി അറിയായിരുന്നു വീട്ടില്. അവർക്ക് ആ സമയം തൊട്ടേ നല്ല ടെൻഷൻ ഉണ്ട്, കാണിക്കാൻ പറയുമെന്നും പറഞ്ഞിട്ട്. ലാസ്റ്റ് തന്നെ എന്റെ ഉമ്മയും ഞാനും കൂട്ടാണ് ഓനെ വിളിച്ചു കൊണ്ടുപോണത്. ഇതും കാണിക്കാൻ പറ്റില്ല, എന്തായാലും വാന്ന് പറഞ്ഞിട്ടാ മുള കാണിക്കാൻ കൊണ്ടുപോണത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം എന്നിട്ടാണ് പിന്നെ പറഞ്ഞത് അവിടെ ചെന്നിട്ട് ഇത് കണ്ടിട്ട് പിന്നെ ഡോക്ടർ പെട്ടെന്ന് അങ്ങനെ ഫോളോ അപ്പ് ആയി പോയി. വീട്ടുകാർക്കുള്ളൊരിത് പറയുമ്പോ നമ്മൾ ഈ വീഡിയോസ് സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ഇങ്ങനെ ഇടലുണ്ട്. ഭയങ്കര പ്രശ്നമായിരുന്നു ഈ സമയത്തൊന്നും അങ്ങനെ ഇടല്ലേ, അവരത് പറയും ഇവരിത് പറയും. അവർക്ക് ഭയങ്കര അങ്ങനത്തെ കുറച്ച് ചിന്ത കൂടുതലുള്ള ടീംസാണ്. അല്ല, അതായത് ഈ പറയുന്ന പോലെ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഫസ്റ്റ് ചിന്തിക്കുന്ന അയ്യോ എന്റെ മോളുടെ ഹസ്ബൻഡാണ്, അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ. അത് ഹസ്ബൻഡിനെ പറ്റി എന്നുള്ളത് 2 വീട്ടില്, അവളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ തോന്നില്ല. നമ്മളെ സ്വന്തം വീട് പോലെ തന്നെയാണ്, അങ്ങനെ നോക്കും. പിന്നെ അളിയൻ വരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ അളിയൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എന്നിട്ട് അത്രയും കമ്പനിയാണ്, അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് നിക്ക് ഇതൊരു ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മളൊരു ടോക്ക് വരണമെങ്കിൽ അത് ഇന്ത്യന്ന് ഒരു ടോക്ക് അങ്ങോട്ട് നമ്മൾ പോയാൽ എന്തായാലും അവരുടെ ഒരു വിഷമിച്ചിരിക്കുന്ന. അതെ, ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അവരെന്നെ ചിന്തിക്കും ഇവരെന്തായി കിടന്ന് കാട്ടിക്കൂട്ടി പറഞ്ഞത്. സത്യം പറഞ്ഞാല് കാരണം എന്റെ സർജറിയുടെ തലേ വരെ ഞാനിങ്ങനെ വെള്ള വീഡിയോസ് എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ടിരുന്നു.
ആ പോസ്റ്റ് ചെയ്യുമ്പോ ഇവർക്ക് ഭയങ്കര പ്രശ്നം, എന്റെ വീട്ടിലേക്കൊക്കെ പ്രശ്നമായിരുന്നു. അത് ഇവളുടെ അക്കൗണ്ടിലല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് പോസ്റ്റ് ചെയ്യുമ്പോ അതെന്താ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നുള്ള ഇതൊക്കെയായിരുന്നു. അപ്പൊ അതാ പറഞ്ഞേ എല്ലാവർക്കും വീട്ടിൽ കുറച്ച് പ്രശ്നമാണ്, ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അതെ, അതായത് സ്വാഭാവികമായിട്ടും മറ്റേ നമ്മൾ പണ്ട് പോലെ കാണുന്നതാണല്ലോ ഈ ഇപ്പൊ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം പറഞ്ഞാൽ വേറൊരു അസുഖം പറയുന്നത് പോലെയല്ല. ഇതിപ്പോ ഡയഗ്നോസ് ചെയ്ത് കംപ്ലീറ്റ് ആയി നമ്മുടെ അസുഖം മാറി എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഒരു നിത്യരോഗിയാക്കി അവരങ്ങ് മാറ്റും. പിന്നെ അങ്ങോട്ട് സഹതാപത്തിന്റെ നോട്ടം മാത്രം. എന്തായി മറ്റേ എന്തോ മോശം നടന്ന് വീട്ടിൽ വന്ന് ചോദിക്കുന്നത് എന്തായി, അങ്ങനെയൊക്കെ ചോദിക്കല്. അതാണ് സത്യം മാറ്റേണ്ടത്. കാരണം അത് ആ പേഷ്യന്റിന് ഭയങ്കര വിഷമം ഉണ്ടാകും. എന്താ പറഞ്ഞാൽ ആ പേഷ്യന്റ് ചിലപ്പോ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണ്ടാവും ഒന്ന് പോസിറ്റീവ് ആവാം എന്ന് വിചാരിക്കണ്ടാവും. അപ്പോഴാവും ഇതേപോലെ ചിലപ്പോ സ്നേഹം കൊണ്ട് വീട്ടിൽ നമ്മൾ കാണാൻ വരും, പക്ഷെ അവർക്കൊരു ഭയങ്കര സോഫ്റ്റ് മൈൻഡ് ആവും. അപ്പൊ അവര് വന്നിട്ട് ചിലപ്പോ കരയും, അപ്പൊ തന്നെ ഒരു കയ്യിൽ നിന്ന് പോകും. പിന്നെ അവിടുന്ന് ഒന്നും പോസിറ്റീവ് ആക്കി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തെ അടുത്ത ആള് വരും ഇതന്നെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മള് പേഷ്യന്റിന് എപ്പോഴും അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഇതിനൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇത് കഴിഞ്ഞാലും ലൈഫ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ഇതുമായിട്ടും ബെസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരാളെ ആക്കേണ്ടത്. അല്ലാണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിൽക്കും, നമ്മളങ്ങനെ വീണു പോകും. അതാണ്, അങ്ങനെ ഒരിക്കലും ആക്കരുത്. അതാണ് ഇപ്പൊ എല്ലാ പേഷ്യന്റിനോടും പറയാനുള്ളത് സത്യം. ഇതിപ്പം റിദ്വാന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് പിന്നെ കാണുന്നത് ക്യാൻസറിന് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഭയങ്കര ബോഡി ബിൽഡിംഗ് ആയിട്ടൊക്കെ നടക്കണം. അപ്പം ഫസ്റ്റ് വരുന്ന തൊട്ട് കണ്ടോ ബോഡി ബിൽഡിംഗ് ആയിട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരു പറയണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാന് പ്രൊഫഷണൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്ത ഒരാളാണ്. എല്ലാവരും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മള് അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും, സ്റ്റീറോയിഡ്സ് എടുക്കേണ്ടി വരും, ഒക്കെ നമ്മള് യൂസ് ചെയ്യാറുണ്ട്. കോമ്പറ്റീഷന് മുന്നേ നമ്മൾ അത് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ അതൊരു പ്രൊഫഷന്റെ ഭാഗമാണ് അല്ലെ. ഇപ്പൊ ബോഡി ബിൽഡിംഗ് വെറുതെ ഒരാൾ ചെയ്യില്ല. അപ്പൊ ഞാൻ ഒരുപാട് വരെ ട്രെയിൻ ചെയ്തിരുന്നു. എന്റെ ഷിനേട്ടാണ് ഇന്നെ ട്രെയിൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഷിനേട്ടൻ പറഞ്ഞ എന്താണോ അത് നമ്മൾ അവിടെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്. നമ്മൾ എന്താണോ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ആവണമെങ്കിൽ നമ്മുടെ ബോഡി റെഡി ആക്കണം. ബോഡി റെഡി ആക്കാനുള്ള ഒരു കാര്യങ്ങൾ ഒന്നാണ് അത്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നെന്നുള്ളത് ഡോക്ടേഴ്സ് ഇതുവരെ ഒരു ഡോക്ടർ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുപോലെ ഒരു കമന്റ് ഒക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്തിരുന്നത് എന്റെ ആ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ഫസ്റ്റ് തോട്ട് വരുന്ന ഏതായിരിക്കും. അതെ, ഒരുപാട് നെഗറ്റീവ് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ നല്ലതല്ല, ബോഡിക്ക് ഇപ്പൊ നല്ലതൊന്നല്ല. പക്ഷെ അതുകൊണ്ടൊന്നല്ല ഈ ഒരു ഇതിന്ന് എക്സാക്ട് ഒരു കോഴ്സ് പറയാനില്ല സത്യം പറഞ്ഞാല്. മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. നമ്മൾ തോന്നിയ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ വരുന്നുള്ളൊരു ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും എക്സാക്ട് ഇതാണെന്ന് പറയുന്നില്ല. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് 6 മാസമായ കുട്ടികൾക്ക് 8 മാസമായ കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട്. അതാണ് ആർസിസിയില് ഏറ്റവും വിഷമമുണ്ടാകുന്ന കേസ്. അതാണ് നമ്മുടെ ബെഡിലേക്ക് എത്ര ചെറിയ കുട്ടികൾ കിടന്നിട്ട് കരയുന്നതും നമ്മൾ അവരുടെ അമ്മമാര് കരയുന്നത് കാണുമ്പോ നമുക്കൊന്നുമില്ല, നമുക്ക് പനി വന്ന് പോയ പോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അത്രയും പെയിനായിട്ട് കിടന്നിട്ട് കരയുന്ന വലിയ ആൾക്കാര്, നമ്മളെ ഏജുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതും സ്ട്രോങ് ആവാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ക്യാൻസർ വന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനൊരു ബോണസ് ആയിട്ട് കരുതുന്നുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ലൈഫിൽ നമുക്ക് തോന്നുമല്ലോ, നോർമൽ ലൈഫിൽ ഇതൊക്കെ വലിയ പ്രശ്നമാണുള്ളത്. അത് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു വിഷയമില്ല, ബാക്കി എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും നമ്മൾ വളരെ ട്രിഗർ ആവാതെ ഭയങ്കര കൂളാക്കി എടുക്കും. അതാണ് ഇതിന്റെ ഒരു കാര്യം. ഞാൻ അതുകൊണ്ട് ഭയങ്കര ബോണസ് ആക്കി എടുത്തേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റിയതല്ലേ. ഇപ്പൊ എനിക്ക് പറയാം, ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്ന് ഇതുപോലെ കുറച്ച് വേറെ ഉള്ളിൽ കൂടെ പറഞ്ഞ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കഫേ പോലെ റെന്റ് റൂമിന്റെ റെന്റിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് നിന്നിരുന്നു. അപ്പൊ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നിരുന്ന സമയത്തും ബോഡി ബിൽഡിംഗ് ആണല്ലോ, അപ്പോൾ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു, വലിയ സർക്കിൾ ഇരുന്ന്. പക്ഷെ ഞങ്ങളെ അസുഖം വന്ന സമയത്ത് എനിക്ക് 2 പേരേ ഉള്ളൂ ആ കാര്യത്തിൽ പറയാൻ. ഒന്ന് ഇർഫാന്, തൊട്ടപ്പുറത്ത് വീടെന്ന് പറയാം, ഞങ്ങളൊക്കെ ഒരേ വീട്ടുകാരാണ്, ഞങ്ങള് അയൽവാസി എല്ലാവരും. അപ്പൊ തൊട്ടപ്പുറത്ത് വീടാണ് ഇർഫാന്, അവന് ഷിനുവായിട്ടുള്ളൂ. ഞങ്ങൾ എത്രമാത്രം കംഫർട്ട് ആക്കി വെക്കാൻ പറ്റുമോ അത്ര. ആ ഒരു കാര്യം പറയുമ്പോൾ മാത്രമാണ് എനിക്കൊരു വിഷമം വരുള്ളൂ. ആൺകുട്ടികൾ പൊതുവെ എങ്ങനെയാണ്, കുറെ അധികം ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ പറയുന്ന പോലെ അത് അവർക്ക് വേണ്ടി എന്നും പോവും. വീട്ടിൽ ഇരിക്കല് ഭയങ്കര കുറവായിരിക്കും. പറയുന്ന പോലെ പാർട്ട്ണറിന് പോലും ടൈം തരുന്നതിനെ എന്ന് വെച്ചാൽ തരുന്നില്ല എന്നല്ലെങ്കിൽ പോലും കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഒരു മോശം സമയം വന്നാൽ
അതെ അതില് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും ഉണ്ടാവും. അതും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലേന് മാത്രം. ഞാൻ അത് ആലോചിക്കുന്നത്, എന്താണ് ഇവർക്ക് ഇതിനു വേണ്ടി ചെയ്തു കൊടുത്ത്, ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. കാരണം നമുക്ക് ഒന്നും ഇപ്പൊ ഈ സാധനം വാങ്ങിത്തരുന്നതാ, പൈസ ഒന്നും അല്ല ഇതിന്റെ കാര്യം. നമ്മളെ എന്നും വിളിച്ചിട്ട് കേടാ എന്താണ് ഓക്കെ അല്ലേ, എന്താണ് മൈൻഡ്, എനിക്ക് ഓക്കെ അല്ലേ, നമ്മളൊക്കെ ഉണ്ട്, എന്താ ആവശ്യം വിളിച്ചോ. അങ്ങനെ ഒരാൾ എന്നും വിളിച്ച് പറയാ, നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് എന്നുള്ളൊരു മൈൻഡിൽ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അത്രയും കംഫർട്ടായി നിർത്തി രണ്ടുപേരാണ് അവര്. ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് പോകുമ്പോ തന്നെ ഞാനവന് മാത്രം RCCക്ക് പോക്ക്. അപ്പൊ ആ സമയത്ത് തന്നെ ഫാമിലി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ആകെ വിളിച്ചിട്ട് അന്വേഷിച്ചിരുന്നത് രണ്ടാൾക്കാർ മാത്രമേ എങ്ങനെയാണോ ഓക്കെ അല്ലേ, ഓക്കെ ആയിരുന്നു. ആ സമയത്ത് നല്ല ഞാൻ ചിലപ്പോ മെഡിസിന്റെ ഇതിലാവും. ഞാൻ ചിലപ്പോ മെഡിസിൻ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് അത്രയും ഡോസ് കയറില്ലേ. അപ്പൊ നമ്മള് ചിലപ്പോ അപ്പൊ തന്നെ എനിക്കൊരു ഫസ്റ്റ് 2 ബോട്ടിൽ കയറിയാൽ തന്നെ ഞാൻ ചിലപ്പോ ഓഫ് ആവും. ഫസ്റ്റത്തെ ദിവസമൊക്കെ ഏകദേശം ഞങ്ങൾ ഒരു പുലർച്ചെ 2 മണിക്കൊക്കെയാണ് ഫസ്റ്റത്തെ ദിവസം ബോട്ടിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങല്. രണ്ടാമത്തെ ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്യും, ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് പുലർച്ചെ കഴിയുള്ളൂ. ഒരു 6-7 ബോട്ടിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. സ്കീമോ നമുക്ക് ട്രിപ്പ് ഇടാണ് ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് മെഡിസിനും ഇതുപോലെ കയറ്റും. ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ മെഡിസിൻ കയറ്റും. അപ്പൊ ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത്രയും സമയം എടുക്കും. ഫസ്റ്റ് ഡേ ഇത്ര 6 to ചില ദിവസം 6 ആവും, ചില ദിവസം 7 ആവും. അങ്ങനെയാണ്. 4 ദിവസമായിട്ട് കീമോ. സെക്കൻഡ് ഡേ 3 കുപ്പി ഉണ്ട്, പിറ്റേ ദിവസം 1 കുപ്പി. അങ്ങനെയാണ്. പിന്നെ ഇതുപോലെ ബൂസ്റ്റർ, കൗണ്ടിന്റെ ബൂസ്റ്ററും. അങ്ങനെയാണ് ഈ 4 ദിവസം. അങ്ങനെയാണ് ഒരു സൈക്കിള്. അങ്ങനെ 6 സൈക്കിൾ ഉണ്ട്. അതെ, 6 കഴിഞ്ഞു. അപ്പം ഈ കീമോ ഇപ്പം 4 ദിവസമാന്ന് പറഞ്ഞു. അപ്പൊ എത്ര ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യണം, എത്ര ദിവസം? അഡ്മിഷൻ ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഇന്നാണ് കീമോ എന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് നമ്മൾ കയറും, അന്ന് മോർണിംഗ് നമ്മൾ എത്തും, അന്ന് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുന്ന് കീമോ കഴിയുന്നു. നമ്മൾ പുറത്ത് റൂം എന്ന് പറഞ്ഞാൽ CH സെന്റർ, അവിടെ നിൽക്കല്. കുറച്ച് ട്രസ്റ്റും കാര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ളത്. പേഷ്യൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രസ്റ്റും കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സെയിം നമ്മൾ അവിടുന്ന് പോകുന്നു. അധികം അയാൾക്ക് നിൽക്കേണ്ടി വന്നില്ല. ഈ ലാസ്റ്റ് പോയി ഭയങ്കര കബക്കെട്ട് വന്ന സമയത്താണ് ഒരു 3 ദിവസം എക്സ്ട്രാ നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടി വന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കീമോ കഴിഞ്ഞാൽ ഇന്നെ കയറും. വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, തൊട്ടടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ആണല്ല, നമ്മളെ ഹാപ്പി ആയിട്ടിരുന്ന ആ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ലാസ്റ്റ് കീമോ മുതൽ ജലദോഷം പിടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ജലദോഷം പറഞ്ഞാല് കഫക്കെട്ട് നന്നായിട്ട്. പക്ഷെ നമ്മള് ഓക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ തന്നെയാണ്. ഇപ്പൊ മാറാറായി, അത്രയും പ്രശ്നമൊന്നുമില്ല. അപ്പൊ മാറാറായി, കുഴപ്പമില്ല. അങ്ങനെയാണ്. അത് നമ്മൾ ഭയങ്കര പ്രശ്നമാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാല് പ്രശ്നം തന്നെയാണ്. എന്തായാലും വരാനുള്ളത് വന്നു. പിന്നെ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കാണ്ട് മുന്നോട്ട് പോവുക, അത്ര. അതുപോലെ അഫിയന്റെ കാര്യം എന്ന് വെച്ചാല് റിദ്വാൻ ഓൾറെഡി പോസിറ്റീവായിട്ട് നിൽക്കുന്നതിന്റെ എഫക്റ്റ് ആണ് അഫിയക്ക് എന്ന് മനസ്സിലായി. പക്ഷെ ഓൾറെഡി നമ്മുടെ ഈ ഒരു നമ്മള് കുറെ കാണുന്നുണ്ട്, ഫേക്ക് റിലേഷൻഷിപ്പിന്റെ കാലാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇട്ടിട്ട് പോവാൻ ഏത് വഴി നോക്കുന്നു എന്നുള്ള ഇതാണ്. അഫിയ എന്താ പറയാ, അങ്ങനെയുള്ളവരോട് എന്താ അഫിയക്ക് പറയാനുള്ളത്? അതെ, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറെ ആൾക്കാരോട് മറുപടിയും പറയാണ്ട്. ശരിക്കും ഞാൻ എന്തോ വലിയൊരു ത്യാഗം ചെയ്യുന്ന പോലെ ആയിരുന്നു ഇവന്റെ ഈ ട്രീറ്റ്മെന്റ് സമയത്ത്. ഓരോരുത്തർ മെസ്സേജ് അയക്കലും സംസാരിക്കലും, നീ ഈ സമയത്ത് ഓൻ ഇട്ട് പോവാണ്ട് നോക്കുന്നുണ്ടല്ലോ, ഈ സമയത്ത് നീ അവന്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അത് അവന്റെ ലൈഫിലത്തെ ഒരു ഡൗൺഫോൾ എന്നല്ല, ഞങ്ങളുടെ ലൈഫിലത്തെ ഒരു ഡൗൺഫോൾ ആയിരുന്നു അത് ആ സമയത്ത്. അപ്പോ അതായത് നമ്മള് ഉയർച്ചയിൽ മാത്രല്ല, ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷമായിട്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ ആയിരുന്നു ഞങ്ങള്. ഇപ്പൊ ഒരു ഉയർച്ചയിലൊന്നും മാത്രല്ല, താഴ്ചയിലാണ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ ഒരു ട്രീറ്റ്മെന്റ് ടൈം എന്ന് പറയാം. ഞങ്ങളുടെ ലൈഫിലത്തെ ഏറ്റവും എന്താ പറയാ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നത്. ആ സമയത്തും ഓരോ ദിവസവും ഞങ്ങൾ എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ഓരോ കാരണങ്ങൾ നോക്കും. വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഹാപ്പി ആവാൻ ഒരു കാരണം മതി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് സമയത്തൊക്കെ ഹാപ്പി ആവുള്ള കാരണം എന്ന് പറഞ്ഞാല് അരുണ പായസം ആയിരുന്നു. ഒന്നും കഴിക്കാൻ തോന്നില്ല, അതുപോലെ ഇവര് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതേപോലെ ആ കരിക്കാണ് കുടിക്കാൻ പറ്റുന്നത്. അപ്പൊ കരിക്ക് ഒരു വീട് പറഞ്ഞപ്പോഴത്തേനും ഷിനുവേട്ടനും മറ്റേ ഇർഫാനും ഡ്യൂട്ടി കഴിയുമ്പോ ഓറെ കരിക്ക്, വണ്ടി നിറച്ച് കരിക്ക്, പിന്നെ കരിക്ക് കുടിച്ച് മതിയായി കൊണ്ട് വീട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ കീമോ സമയത്ത്. അതുപോലെ തന്നെ അരുണപ്പായസം എന്ന് പറഞ്ഞോളൂ, ഷിനുവേട്ടനൊക്കെ എവിടെ നിന്നൊക്കെ എത്തിച്ചെന്നുള്ള ഒരു ഷിനുവേട്ടന് ഷിനുവേട്ടൻ എവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ ഫ്രണ്ട്സ് അടുത്തുള്ള 2 വീട്ടിലത്തവരുണ്ട്, പിന്നെ മൂത്തമ്മ ഉണ്ട്. ഇവരൊക്കെ എല്ലാരും അരുണപ്പായസം കൊടുക്കുന്നത്. പിന്നെ ഫുൾ അരുണപ്പായസം, രാവിലെ അരുണപ്പായസം, ഉച്ചയ്ക്ക് അരുണപ്പായസം, വൈകിട്ട് അരുണപ്പായസം.
അതുകൊണ്ടായിരുന്നു ലാസ്റ്റത്തെ കീമോ ഒക്കെ കഴിഞ്ഞ അങ്ങനെ പോന്നിരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കുമ്പോ എല്ലാരും ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യം, അയ്യോ എന്റെ ഭംഗിയെല്ലാം ഇപ്പൊ പോവും, ഞാൻ എന്താ. അത് നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് താത്ത കളഞ്ഞൊരു കാര്യമാണ്. അത് ഭയങ്കര കൂളായിട്ട്. അതെ, ഇതിപ്പോ എന്താ വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പേഷ്യൻസ് പറയുന്ന കാര്യം തന്നെ. പിന്നെ വിളിച്ച് സംസാരിച്ചത് പറയുന്ന ആളുടെ കാര്യം മുടിയും പുരിങ്ങും പോകുന്ന കാര്യമാണ്. നമുക്ക് പുറത്തിറങ്ങാൻ കോൺഫിഡൻസ് ഇല്ല. നമ്മൾ കാണുമ്പോൾ പേഷ്യന്റ് ആയിട്ട് തോന്നുന്നുണ്ട്, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്താ ബാക്കിയുള്ള ശ്രദ്ധിച്ചോട്ടെ, അതൊന്നും അല്ലേ ശ്രദ്ധിക്കണത്, അതൊന്നും അങ്ങനെ വിചാരിക്കുക. പിന്നെന്താ ഈ മുടിയും താടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരും. ആ മരുന്നിന്റെ എഫക്റ്റ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ പിടിക്കുമ്പോ അയിലത്തെ മിക്കർ പിടിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ പോയിരുന്നത്. പല്ല് പോയത് മാത്രം ഇതൊക്കെ പോയിരുന്നത്, അതൊക്കെ കൈകൊണ്ട് പോകുന്നത്. അപ്പൊ ഞാനെന്ത് ചെയ്ത് അപ്പൊ തന്നെ മൊത്തം ഷേവ് ചെയ്ത് കളഞ്ഞ്, ഒരു കടഞ്ഞ ഷേവ് ചെയ്ത് ആ സമയത്ത്. ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോഴും മൊത്തം നല്ലപോലെ വന്നോട്ട് വെച്ചിട്ട് ഒന്നുകൂടി സെറ്റ് ആക്കി ജസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് ഇട്ട്. കാരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ വരും എന്തായാലും. ഒരു മാക്സിമം 6 മാസം കൊണ്ടൊക്കെ വന്ന് തുടങ്ങും എന്നാ തോന്നുന്നത്. അങ്ങനെയാണ് പറയുന്നത്. വരും, അത്രേ ഉള്ളൂ. എല്ലാ പേഷ്യൻസും അങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ. അല്ലാണ്ട് അതിന് ടെൻഷൻ അടിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. കാരണം ചിലപ്പോ ആ ഒരു കാര്യം കൊണ്ട് ആ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് റെഡി ആവൂല, ലൈഫേ പോവും. കേട്ടിട്ടൊന്നുമല്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ സെയിം കേസുള്ള പേഷ്യന്റ് ഇതുപോലെ നമ്മള് ബ്രീത്ത് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും കീമോ കയറുമ്പോ. കീമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നിന്നാലേ മനസ്സിലാവുള്ളൂ എന്താണ് അപ്പോഴത്തെ അവസ്ഥ എന്ന്. കാരണം നമ്മൾ ഒപ്പമുള്ളവരോട് ദേഷ്യം പിടിക്കും. കാരണം നമ്മുടെ മൈൻഡ് ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. ഇന്നിപ്പോ ആ സമയത്ത് ഞാനൊരു എന്തെങ്കിലും കാര്യം ദേഷ്യം പിടിക്കുമ്പോ അത് ഇവര് ക്ഷമിക്കണ്ടേ. അപ്പൊ അഫി എന്തെങ്കിലും ഒരു ഡാൻസ് ഒക്കെ കളിക്കും, കോമഡി ഡാൻസ് ഒക്കെ കളിക്കും, അങ്ങനെ ഇന്നോട് ചിരിപ്പിക്കും. അങ്ങനെയൊക്കെ വരെ ഇത് പോകും, മനസ്സിലായി. അങ്ങനെയൊക്കെ ഇരുന്ന് അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് മുന്നോട്ട് പോയിരുന്നേ. അപ്പൊ ഇതുപോലെ ബ്രീത്ത് പ്രശ്നമാണെന്നുള്ളത്, പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ നോർമലായിട്ട് ഇരുന്നൊരു കുഴപ്പമില്ല. അവിടെ പാനിക് ആയിട്ട് അപ്പൊ നമ്മള് പിന്നെ ബ്രീത്ത് എടുക്കാനുള്ള ശ്രമിക്കും. അപ്പോ ഇതുപോലെ പേഷ്യന്റ് കീമോ നിർത്തി വെക്കേണ്ടി വരും കുറച്ചു നേരം. അപ്പൊ ഇതുപോലെ ഇത്രയും സമയം ഉണ്ട് കീമോ കഴിയാന്. ചില കേസ് എല്ലാ കീമോ മെഡിസിൻസ് ഒന്നല്ല കേട്ടോ. ആദ്യം വിചാരം അങ്ങനെ ഇരുന്ന് ഉമ്മാക്ക് ചെയ്തപ്പോ ഒരു ബോട്ടിൽ നിന്നൊക്കെ ഇരുന്ന് വിൽക്കേണ്ട ഒരു സംഖ്യക്ക് ബോട്ടില് ഒരു വീഡിയോ ഉണ്ട് ഇത് ഇല്ലാതെ സാധനം പിടിച്ച് ഇരിക്കണത്. അപ്പൊ ഇത് ഇത്രയും ബോട്ടിൽ കയറി കഴിയണ്ടേ. അപ്പൊ നമുക്ക് ഇടുന്നതിന് ഡബിൾ സമയം അവർക്ക് എടുക്കും. ചിലരൊക്കെ നിർത്തി വെക്കേണ്ടി വരും. ഇത് ഇനി ഓക്കെ ആയിട്ട് എടുത്ത് ചെയ്യാന്ന് പറയും. അപ്പൊ കംപ്ലീറ്റ് ആവൂല. പേഷ്യൻസ് വിളിച്ചവരെന്നെ പറയാറുണ്ട് എന്ത് കംപ്ലീറ്റ് ആവാണ്ട് കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയി എന്നുള്ളത്. ചിലരൊക്കെ വർഷങ്ങളോളം അവിടെ ഉള്ളവരുണ്ട്, വർഷങ്ങളോളം അവിടെ RCC ഉള്ളവരുണ്ട്. അവിടെ CH സെന്ററിൽ ചെല്ലുമ്പോ നമ്മള് കാണാറുണ്ട്. കീമോ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, വീട്ടുകാരുടെ ഒരു സ്വാഭാവികമായിട്ടും അവരിനി എത്ര പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയാം, നമ്മളിനി ചുറ്റും നിന്നെന്ന് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. വീട്ടിലേക്ക് വരുന്നു, നിങ്ങളെ കാണുന്നു, ആ ഒരു കാര്യം, ആ ഒരു സംഭവം എങ്ങനെയാണ്? കീമോ കഴിഞ്ഞ് വരുന്ന ഒരു കോലം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബോഡി കംപ്ലീറ്റ് ബ്ലൂ കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു 2 ദിവസം, അതായത് നമ്മൾ വെള്ളം കുടിച്ച് അത്രയും ഓക്കെ ആക്കിയിട്ട് വേണം അത് റെഡി ആക്കിയിട്ട് വരാന്. വെള്ളം കുടിക്കാൻ പറ്റില്ല തീരെ. കുടിക്കുക ചിലപ്പോ നല്ല എനിക്ക് ചീത്ത വെക്കും എൻ്റെ ഇത് കുടിക്കുക പറയുമ്പോ. എന്നാലും വിചാരിക്കും എന്ത് ചീത്ത കേട്ടാലും വേണ്ടില്ല, അങ്ങനെയും ഒന്ന് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവർക്കും ഫസ്റ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഒരു ഫസ്റ്റത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നെ കുറെയൊക്കെ എന്റെ മെന്റൽ സ്ട്രെങ്ത് അങ്ങനെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക്. മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇന്റെ മാത്രം ഇതുകൊണ്ടല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ അത് പറഞ്ഞല്ലോ അവര് രണ്ടുപേരും, അവരൊക്കെ ആവും കാരണം. അതിങ്ങനെ ചിലപ്പോ ഇങ്ങനെ നിക്കാൻ കാരണം അവർ രണ്ടുപേരും ഇവളാണ്. കാരണം ഞാൻ 6 കീമോ ഇനി കഴിഞ്ഞ് കിട്ടേണ്ടത്, ഇത്ര സമയം കഴിഞ്ഞിട്ടല്ലേ അവളത് ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞൊരു മൈൻഡിൽ നിന്ന് 6 കീമല്ലേ ഉള്ളൂ, അതങ്ങോട്ട് എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ളൊരു മൈൻഡിലേക്ക് ആക്കിയത് ഇപ്പൊ ഓളാണ്. അവളോട് സംസാരിച്ച് ഓക്കെ ആക്കി, അങ്ങനെയൊക്കെയാണ് അതങ്ങോട്ട് തീർന്നു പോയത്. അതെ അതെ അതെ. ആദ്യം ഈ പറഞ്ഞ പോലെ കേട്ടപ്പോ അഫിയ കുറച്ച് ഡൗൺ ആയെങ്കിലും ഋദ്വാന്റെ ആ ഒരു കൂൾ മൈൻഡ് കണ്ടൊക്കെ സെറ്റ് ആയി. ഇനി നമ്മൾ എന്തായാലും ഫേസ് ചെയ്യാൻ അറിഞ്ഞ സമയത്ത് തന്നെ അവൻ പറഞ്ഞിരുന്നത് ഇതല്ലേ ക്യാൻസർ അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമുക്കത് മാറ്റി മുന്നോട്ടേക്ക് വരാം. ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ഇവൻ അത് പറയുന്നു, അത്ര ഓക്കെ പറയുന്നു, പിന്നെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ തന്നെ. അതെ, പിന്നെ എന്താ പറയാ ഇവര് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേഷ്യന്റിനോട് ഡൗൺ ആവും. അതെന്തുകൊണ്ടോ എല്ലാതും ഓക്കെ ആയത്. പക്ഷെ ഉമ്മ അവര് താത്ത ഇവരൊക്കെ തുടക്കത്തിലെല്ലാം വിഷമിച്ച് നിന്നിരുന്നേ. പക്ഷെ അവരും ഇതുപോലെ നമ്മൾ ഓക്കെ ആയിട്ട് കാണുമ്പോ താത്തൊക്കെ ഭയങ്കര ഓക്കെയാണ്. ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ എന്താണ്? ഫാമിലി പ്ലാന് ഞങ്ങള് മുന്നേ ഇതുപോലെ ഉമ്മയുടെ അസുഖത്തിന്റെ സമയത്താണ് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴാണ് പിന്നെ അസുഖം വരുന്നത്. അപ്പൊ പിന്നെ നമ്മള് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് ആ പ്ലാനിങ്ങേ മാറ്റി, ചിന്ത പോലും പോയില്ല. അതിന് പിന്നാലെ പോയി.
പക്ഷെ അത് ഇപ്പൊ നല്ലതെന്ന് തോന്നുക കുട്ടിമുട്ടി കിടക്കണ സത്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ തലക്കടിക്കും അതൊക്കെ അവസ്ഥയെ സത്യത്തില്. അപ്പൊ അത് പിന്നെ ഞങ്ങളിപ്പോ ഇനിയിപ്പോ എന്താ പറയാ മുന്നോട്ട് പോണ സമയത്ത് അതെല്ലാം സാഹചര്യങ്ങൾ വരുമ്പോ ഫിനാൻഷ്യലി ഒക്കെ അത് കാണുന്ന വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതിൽ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റോറി കേട്ടാൽ പോലും ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ, അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പിന്നെ ഈ പറയുന്ന പോലെ എന്തോ മാറാരോഗം പിടിപെട്ട രീതിയിലെ പിന്നെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഈ കാഴ്ചപ്പാട് മാറണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് കഴിഞ്ഞ് എന്നുള്ളൊരു മൈൻഡ് ആക്കി മാറ്റും. മൊത്തത്തില് അവരെന്നെ മാറ്റും. ചിന്തിക്കും അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും നമ്മൾ ഇതാവുമ്പോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് ഹെൽത്ത് ആയിരിക്കുന്നവർക്ക് നാളെ വരാൻ വലിയ പണിയില്ല. ഇന്ന് ഹെൽത്ത് ഓക്കെ അല്ലാത്തവര് നാളെ ഹെൽത്തി ആവാനും ബെറ്റർ ആവാനും റിക്കവർ ആവാനും പ്രത്യേകിച്ച് പണിയില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ല. ഞാൻ തന്നെ ഒരു 40 കിലോന്റെ അടുത്താണ് ജസ്റ്റ് കുറച്ച് സമയത്തിനുള്ളിൽ കുറഞ്ഞത്. ഞാൻ അത്ര ഹെൽത്തി ആയിരുന്നു. എനിക്ക് നമ്മള് ബോഡി ബിൽഡിങ്ങിൽ ചെയ്തൊരുക്കാൻ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ബോഡി ബിൽഡിംഗ് ഒന്ന് സെറ്റ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് എണീറ്റ് നിൽക്കും. നോർമലി ഒന്ന് ഉഷാറാവും. അങ്ങനെയാണ്. അതിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു കോലം, അതിലേക്ക് മാറിപ്പോവും. അത് ആ മരുന്ന് കയറുന്നതിന്റെ ഈ ഒരു ഇതിന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് മരുന്ന് കയറുന്നതിന്റെ ഒരു എഫക്റ്റ് ആണത്. നമ്മളങ്ങോട്ട് ചുരുങ്ങിപ്പോവും. ആൾക്കാരൊക്കെ അത്രേ ഉള്ളൂ. ചില സമയത്തൊക്കെ വെള്ളം എടുത്ത് കുടിക്കുക എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര പെയിനാണ്. ഒന്ന് ഗ്ലാസ് വായിൽ വെച്ച് തരുമോ എന്നൊക്കെ പറയുന്ന ഒരു ചില സമയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം കുറെ സമയം വീട്ടിൽ ചെയ്തുള്ള പ്രശ്നമാണത്. നമ്മള് വീട്ടിൽ മാത്രം ചിലപ്പോ കെടുന്നു പോകുന്നു പറയില്ല 2-3 ദിവസമൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ കയ്യൊക്കെ അനക്കുമ്പോ പെയിന് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തും. വെള്ളം കുടിക്കാതെ ഉള്ള പ്രശ്നമാണ്. ഡോക്ടർ പറഞ്ഞിട്ട് നല്ല വെള്ളം കുടിച്ചോ എന്നുള്ളത്. പക്ഷെ കുടിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ ചോയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ നീണ്ടുപോകും. അല്ലെങ്കിൽ ഞാനിങ്ങനെ നമുക്ക് പേഷ്യന്റ് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ബാക്കിയുള്ളവർക്ക് നമുക്ക് കോമഡി ആയിട്ടാ, നമുക്ക് അങ്ങനെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതന്നെ ഫുഡിനൊക്കെ എന്താ പറയാ ഭയങ്കര നാശമായ ടേസ്റ്റാ. അതുകൊണ്ടാണ് ഇത് വൊമിറ്റിംഗ് ആയിട്ട് വരുന്നത്. വൊമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലാവും. അപ്പൊ അതായിട്ട് വരുന്നത്. തുടക്കത്തിലൊക്കെ ഞാൻ അതൊന്നും കുഴപ്പമില്ലാച്ചിട്ട് കഴിച്ചിരുന്നു. പിന്നെ നമുക്ക് തീരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും തോന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ എടുത്ത് കഴിക്കും. അതായിരുന്നല്ല ആ സമയത്ത് അരവണപ്പായസം കുറെ കഴിച്ചിരുന്നത്. എല്ലാരും ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോ തോന്നല് വരിക. 2 മണിക്കോ 3 മണിക്കോ ചപ്പാത്തി ഞാനത് ഒരു 3:30 സമയത്തൊക്കെ ഞാന് ചിലപ്പോ അപ്പൊ എണീക്കും. അപ്പൊ ഇതുപോലെ ചപ്പാത്തി ഒക്കെ കഴിക്കാൻ തോന്നും. ചപ്പാത്തി ഇത് കഴിക്കാൻ. അപ്പൊ ഞാൻ വിളിച്ചുണർത്തും. കിടന്നുറങ്ങാൻ വിളിച്ചുണർത്തും. അഫിനെ വിളിച്ചുണർത്തിയിട്ട് ചപ്പാത്തി വേണം പറയും. അപ്പൊ വന്നിട്ട് ചോദിക്കും കഴിക്കോ ഉറപ്പാണോ. അവർക്ക് അപ്പൊ പോയി ചപ്പാത്തി ഒക്കെ പരത്തി സെറ്റ് ആക്കിയിട്ടൊക്കെ തരും. അപ്പൊ കുറച്ചുകൂടി കഴിക്കലോ തോന്നൂല. പിന്നെ ഒരു ഛർദ്ദിക്കാൻ വല്ലോണേന് മുന്നിരുന്ന് കഴിഞ്ഞാല് കറിയുടെ മണക്ക് വന്നു കഴിഞ്ഞാല് കഴിക്കൂല. അതൊക്കെ ഉണ്ടാക്കിച്ചിട്ട് പിന്നെ അതും ഇതൊക്കെ പറഞ്ഞവരൊക്കെ എടുക്കും കുറെ ആയിട്ട്. പക്ഷെ ഞാന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ അറിയോ? ഒരു കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം പറഞ്ഞത് എണ്ണാൻ പറ്റില്ല. അത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റ് 5-6 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ. സ്നേഹം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര ബാഡ് ആവുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഭയങ്കര നൈസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും എനിക്ക് വരെ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര പോസിറ്റീവായി. ഇനിയും അങ്ങോട്ട് എന്താ പറയാ, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പം പ്രശ്നങ്ങളുടെ ഗ്രാഫ് താഴട്ടെ, വിജയത്തിന്റെ ഗ്രാഫ് ഉയരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടുപേർക്കും? അതിപ്പോ എന്താ പറയാ, അതിപ്പോ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ലൈഫിൽ ഇതുപോലെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലാണ് നമ്മളിപ്പോൾ നോർമൽ ലൈഫാണ് ഏറ്റവും ബെറ്റർ നമ്മൾ മനസ്സിലാക്കുക. അതുവരെ നമുക്ക് ഇനിയും വേണം, അല്ലെങ്കിൽ ഇനി വേറൊരു കാര്യമാണ് കംഫർട്ട്, അല്ലെങ്കിൽ ഇനിയും വേറെ വലിയ കാര്യങ്ങൾക്ക് പോവാൻ നോക്കും. വലിയ കാര്യങ്ങൾക്ക് പോകാൻ നോക്കുക വേണം. പക്ഷെ അത് നമ്മൾ നല്ല താഴ്ത്ത് നിൽക്കുമ്പോൾ അങ്ങനെ നോക്കിയാലാണ് വലുതായി പോവുള്ളൂ. പക്ഷെ ഇതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളൊന്നല്ല, സിമ്പിളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൂളാക്കി എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് പോകും. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതിപ്പോ അസുഖം വരാണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയായി. അസുഖം വന്നിട്ട് തന്നെ എന്താ പറയാ ടെൻഷൻ അടിക്കണം. അപ്പൊ പിന്നെ അത് വരാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അതപ്പോ പറയാനുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് അത് തന്നെയാണ്. ഒരു പേഷ്യന്റ് എന്ന് പറയുമ്പോ നമ്മള് ഒപ്പമുള്ളവർ, ഇപ്പൊ ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും പാർട്ട്നേഴ്സിന്റെന്നോ അല്ലെങ്കിൽ അവരൊപ്പം നിൽക്കുന്ന ആളുടെന്നോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ മെന്റൽ സപ്പോർട്ട് മാത്രമേ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് നിനക്കൊന്നുമില്ല, നമ്മൾ ഓക്കെ ആയിട്ട് മുന്നോട്ട് വരാം, നമ്മളിപ്പോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് ഇനിയും തുടങ്ങാം, അത്രയൊക്കെ അവർ ആരോടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അത് അവരുടെ ഒരു പ്രോബ്ലം മാത്രമാക്കി എടുക്കാണ്ട് നമ്മളുടെ പ്രോബ്ലം ആണത്.
അങ്ങനെ ആയിട്ട് ഒരു അത്രയും മെന്റൽ സപ്പോർട്ടും കൊടുത്തിട്ട് നമ്മൾ ഓക്കേക്ക് മുന്നോട്ട് കൊണ്ടുവരിക. അതെ, അത്രേ ഉള്ളൂ. അപ്പം കിട്ടില്ലനായിട്ട് അങ്ങോട്ട് പോകട്ടെ. അതായത് സൂപ്പർ ആവട്ടെ. ഈ പറയുന്ന ഞങ്ങൾ ഇനി ഒരു നെക്സ്റ്റ് ടൈം കാണുമ്പോഴത്തേക്ക് നിങ്ങളൊരു അടുത്ത ലെവൽ എത്തിയേക്കട്ടെ. അത് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.